Hello friends, good morning. Today we are going to discuss another topic, as you know, economic systems. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ ലാസ്റ്റ് ടോപ്പിക്, എക്സ്പ്ലോറിംഗ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്. എക്കണോമിക് സിസ്റ്റംസ് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. മാക്സിമം നമുക്കൊരു 5 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 മാർക്ക്. ഫോർ എക്സാമ്പിൾ, what do you mean by capitalist system or socialist economy or mixed economy? Okay, അപ്പോൾ ഇത്ര ഏരിയാസാണ് നമ്മുടെ എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റംസ്, സോഷ്യലിസ്റ്റ് സിസ്റ്റംസ് ആൻഡ് മിക്സഡ് എക്കോണമി. വെരി സിമ്പിൾ ടോപ്പിക്, ബട്ട് ഇതിൻ്റെ കറക്റ്റ് മീനിങ്ങും പ്ലസ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ 2-3 പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണം. 5 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ കൊടുക്കണം, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ്, റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, how can you explain the meaning and the important characteristics of socialist economy or command economy? Okay, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വി നീഡ് ടു റൈറ്റ് ഡൗൺ ഫസ്റ്റ് വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് സോഷ്യലിസം ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി or command economy. Then after that we needed to give an elaboratively, or we needed to discuss the important features or characteristics of socialist economy. സിലബസിൻ്റെ ബേസ് ചെയ്ത് മനസ്സിലാക്കാനുള്ളത് 3 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൺഫ്യൂഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, റൈറ്റ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. ഓക്കെ, നമ്മുടെ സിലബസിലില്ലെങ്കിലും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ട്രഡീഷണൽ എക്കോണമി എന്ന് പറഞ്ഞിട്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാം. എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദർ ആർ 4 സിസ്റ്റംസ്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. നമുക്ക് വളരെ പരിചയമുള്ള ടോപ്പിക്കാണ്, ടഫായിട്ടുള്ള ഒരു മാറ്ററില്ല. ട്രഡീഷണൽ എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? ട്രഡീഷണൽ, ദാറ്റ് ഈസ് ദ എക്കോണമി ദാറ്റ് ഈസ് ആക്ച്വലി റണ്ണിങ് ഓർ ഫങ്ഷനിങ് that purely based on customs, belief and traditions. Okay, ഇപ്പോൾ ഒരു മോഡേൺ എക്കോണമിയിൽ അതിൻ്റെ ഒരു ട്രഡീഷണൽ എക്കോണമി നമുക്ക് കാണാം, വിരളമാണ്. ഇപ്പോൾ ട്രൈബൽസിലൊക്കെ കാണാം. ഇപ്പോൾ ട്രൈബൽ എക്കോണമി ഓർ ആദിവാസി ഏരിയകളിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ദാറ്റ് എക്കോണമി ഇറ്റ് ഈസ് ആക്ച്വലി ഫങ്ഷനിങ് ഓൺ ദ ബേസിസ് ഓഫ് കസ്റ്റംസ്, ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. ഓക്കെ, അതിന് ബേസ് ചെയ്തിട്ട് പോകുന്ന എക്കോണമിയെ വിളിക്കുന്ന പേരാണ് ട്രഡീഷണൽ എക്കോണമി. നമ്മുടെ സിലബസിലില്ല, ബട്ട് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മീനിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് capitalist economy. Okay, before that, how can we define an economic system? ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? An economic system is an organized way in which a country allocates resources and distributes goods and services across the whole nation or a given geographic area. Simple. Economic system എന്നാൽ എന്താണ്? It is set of norms or policies or actions, maybe in the form of organized government or system in which allocation of resources or ownership of means of production and also the pattern of distribution of goods and services. That is simply known as economic system. Then what about the capitalist economy? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന, നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിളൊക്കെ പറയാറുണ്ട്. അമേരിക്ക ഈസ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അമേരിക്ക ഈസ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ബട്ട് അതിൻ്റെ ഒരു മീനിങ് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ വേർ വി ക്യാൻ സീ ദ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പ്രൈസ് മെക്കാനിസം, ദാറ്റ് ഈസ് ദ കീവേഡ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? everything is decided by demand and supply, or simply market forces. കമ്പോളമാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്, ഡിമാൻഡും സപ്ലൈയുമാണ്. ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് പ്രൈസ് മെക്കാനിസം. ഇറ്റ് ഈസ് ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി, ഫ്രീ എക്കോണമിയാണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ലൈസൻസ് ഫെയർ സിസ്റ്റം.
where the role of government is very very minimum in economic affairs. Adam Smith, David Ricardo, Jebise, they strongly argued for capitalist economy, that is laissez-faire system, where the role of government is very minimum. Private sector, that is the crucial player in the capitalist system, where the profit maximization is the goal. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. Private property is the common thing in the capitalist economy, where no more centralized intervention, no more planning, and no more government intervention in the form of taxation, regulations, license, or subsidy, and so on. Where the role of the government to regulate or to maintain law and order and protect the country from internal and external attack and so on. ഓക്കെ, അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ എക്കണോമിക് സിസ്റ്റം, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, distribution of goods and services, that is actually determined on the basis of price mechanism. Okay, price mechanism, the market forces like demand and supply that will decide what to produce, how to produce, and for whom to produce, right? So that is the fundamental thing about capitalist economy. Now another important question here is that what are the important features of capitalist economy or free enterprise economy? റൈറ്റ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് ഫോഴ്സസ് വിൽ ഡിസൈഡ് എവറിത്തിങ്. ഓക്കെ, the second point is that profit motive is the mainspring of all economic activities, profit maximization. Then third one, maximum individual freedom. Then fourth one, absence of central planning or government intervention in economic affairs, that is the point, laissez-faire system. Then the institution of private property, സ്വകാര്യ സ്വത്ത് അത് ഓൺ ചെയ്യാനും അത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീഡം, and also dominant role of the entrepreneur. Okay, then in simple words, the capitalist economy, that capitalism is an economic system in which private individuals or businesses own means of production. The production of goods and services is based on supply and demand in the general market. That's simply known as a market economy or free enterprise economy. നല്ല രീതിയിൽ മനസ്സിലാക്കണം, മനസ്സിൽ റിട്ടൈൻ ചെയ്യേണ്ട പോയിന്റ്സ് ആണത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, ദ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ദ കൺട്രീസ് ലൈക്ക് ദി USA, ദി UK ആൻഡ് സോ ഓൺ. മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈസ് ഓൾസോ നോൺ ആസ് മാർക്കറ്റ് എക്കോണമി ആൻഡ് ഓൾസോ ഫ്രീ എന്റർപ്രൈസ് എക്കോണമി. ഓക്കെ, now let us discuss the meaning and important characteristics of socialist economy or socialist system. Okay, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മീനിങ് എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Socialist economy means the system under which economic system is controlled and regulated by the government so as to ensure welfare and equal opportunity to the people in a society. That is very simple. Socialist system is the just opposite of capitalist system. That is the primary point, very important point, right? In the capitalist economy, where you can see private property and profit maximization and the role of price mechanism. And capitalist economy is also known as market economy or free enterprise economy. The role of government is very minimum or simply known as police state under capitalism. But in the socialist economy, where you can see planned economy, centralized economy, it is also known as command economy. Okay, command economy, that is every economic activities that based on the command from the government. Everywhere you can see the command from the government or planning authority. And welfare of the people is the motto of socialist economic system. Welfare of the people, ജനങ്ങളുടെ ക്ഷേമം.
and where you can see the active involvement of government under economic activities. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിൻ്റെ പോലെ ഒരു പോലീസ് സ്റ്റേറ്റ് മാത്രമല്ല. പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റോളേ ഉള്ളൂ, എക്കണോമിക് ആക്ടിവിറ്റീസിലൊന്നുമില്ല. ബട്ട് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എന്താ? ദ റിയൽ ഹീറോ ഈസ് ദ ഗവൺമെൻറ്. ഓക്കെ, സെൻട്രലൈസ്ഡ് എക്കോണമിയാണ്, പ്ലാൻഡ് എക്കോണമിയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കമാൻഡ് എക്കോണമി. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് കാൾ ഹെൻറിക് മാർക്സ് അല്ലേ. കാൾ മാർക്സ് നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നമുക്കറിയാം, ദാസ് ക്യാപിറ്റൽ അറിയാം അല്ലേ. രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 അലോങ് വിത്ത് ഫ്രെഡറിക് ആംഗൽസ്, ജർമ്മൻ ഫിലോസഫേഴ്സാണ്. അവരാണത് ഈ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഴ്സ്. ദ സയൻറ്റിഫിക് സോഷ്യലിസം ആക്ച്വലി അഡ്വക്കേറ്റഡ് ബൈ കാൾ ഹെൻറിക് മാർക്സ്. 1818 ജനിച്ചു, 1883 മരണപ്പെട്ടു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ. 1883 കാൾ മാർക്സ് മരണപ്പെടുന്നത്. അതേ വർഷം 1883 ജോൺ മെനാർഡ് കെയ്ൻസ് ജനിക്കുന്നത്. യു ക്യാൻ കണക്ട് ദ പോയിൻറ്റ്സ്. 1946 ജോൺ മെനാർഡ് കെയ്ൻസ് മരണപ്പെടുന്നത്. ഈ സോഷ്യലിസം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അതിൽ കാൾ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതുപോലെ ദാസ് ക്യാപിറ്റൽ 1867 പബ്ലിഷ് ചെയ്തിട്ടുള്ള ദാസ് ക്യാപിറ്റൽ, അതുപോലെ നമുക്കറിയാം മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി കാൾ മാർക്സിൻ്റെ, ഡയലറ്റിക്കൽ മെറ്റീരിയലിസം. യു ക്യാൻ റെഫർ ടു ദാറ്റ് ഏരിയ. കുറച്ചൊരു വൈഡായിട്ട് നമ്മൾ റെഫർ ചെയ്യുക, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. കാൾ മാർക്സ് ഒക്കെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിലൊക്കെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം 6 സ്റ്റേജസ് പറയുന്നുണ്ട് സൊസൈറ്റിയിൽ. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലൈവറി, ദെൻ ഫ്യൂഡലിസം, ദെൻ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഈ 6 മെത്തേഡ്സ്, സ്റ്റേജസ് ആണ് ആര് ഡിസ്കസ് ചെയ്തത്? കാൾ മാർക്സ്. അതിൽ വരുന്നതാണെന്ത്? ക്യാപിറ്റലിസം കഴിഞ്ഞിട്ടാണ് സോഷ്യലിസം, ദെൻ കമ്മ്യൂണിസം. ഇപ്പോൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് USSR അല്ലേ. ഇപ്പോൾ അതില്ല, ഇപ്പോൾ റഷ്യയാണ് അവിടെ ഒരുപാട് രാജ്യങ്ങളായിട്ട് മാറി നമുക്കറിയാം. അതുപോലെ ക്യൂബ, ദെൻ നോർത്ത് കൊറിയ, ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ സോഷ്യലിസ്റ്റ് എക്കോണമി. ദെൻ ചൈന. പക്ഷേ ചൈനക്ക് ഒത്തിരി മാറിയിട്ടുണ്ട് എന്നുള്ളത് വേറെ സംഭവം. ഇത് ഒരുപാട് ഏരിയ ഡിബേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കുക, റെഫർ ചെയ്യുക, പോയിൻറ്റ്സൊക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഡെഫിനിഷൻ സാമുവൽസൺ നൽകിയിട്ടുണ്ട്. ലെറ്റ് us watch that definition. According to Samuelson, socialism refers to the government ownership of the means of production, planning by the government, and income distribution. Okay, very fantastic definition. Now, let me explain the important features or characteristics of socialist economy or socialist system or command economy or planned economy. The predominant role of public sector, prevalence of administered price mechanism or issue price, existence of central planning, and motto of welfare of the people. The existence of private sector is absent under socialism. That is, there are only public sector enterprises. The instruments of production are owned and managed by the state in the interest of general welfare. Right, it is also very simple to understand. Means of production, factories, machines, land, and everything that is managed, owned or controlled and regulated by the state or government under socialist economy. But in the capitalist economy, it was done by the market, the private sector, where profit maximization is the motto. But here welfare of the people is the motto. Active involvement of government, that is primary thing under socialism. But private sector involvement or market economy or market mechanism or market forces like demand and supply will play a dominant role under the capitalist economy. ഓക്കെ, അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ട്രഡീഷണൽ എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി,
socialist economy, and the last one, mixed economy, sammishra samvat vyavastha. It is actually, the combination of both socialism and capitalism. സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്? മിക്സഡ് എക്കോണമി. 10ാം ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്ന എക്കോണമിയാണ്. ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമിക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് ഇന്ത്യയെ പറയാറുണ്ട്. വേർ വി ക്യാൻ സീ ദ പ്രൈവറ്റ് സെക്ടർ ആസ് വെൽ ആസ് പബ്ലിക് സെക്ടർ. ചില ഇൻഡസ്ട്രീസും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആര് ഓൺ ചെയ്യുന്നു? ഗവൺമെൻറ് ഓൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ഇൻഡസ്ട്രീസും സെക്ടേഴ്സൊക്കെ ആര് ഓൺ ചെയ്യുന്നു? പ്രൈവറ്റ് സെക്ടർ ഓൺ ചെയ്യുന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മിക്സഡ് എക്കോണമി. Okay, then what are the important features of a mixed economy? See, a mixed economic system is a system that combines aspects of both capitalism and socialism. Coexistence of both public and private sector is the main feature of mixed economy, and it is commonly seen in the real world. The popularity of mixed economy enhanced after the publication of the General Theory of Employment, Interest and Money in 1936 by John Maynard Keynes. And I have already mentioned that, India's economic system is based on mixed economy. See, this is about economic systems, capitalist economy, socialist economy and mixed economy. Very simple point as well as very, very important point. ബട്ട് റിയൽ വേൾഡിൽ 100% ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് നോ. അതുപോലെ സോഷ്യലിസ്റ്റ് എക്കോണമി 100% ഉണ്ടോ എന്ന് ചോദിച്ചാലും ആൻസർ ഈസ് നോ. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വിളിക്കുന്നത്? റിയൽ വേൾഡിൽ നമുക്ക് മിക്സ്ഡ് എക്കോണമിയാണ് കാണാൻ പറ്റുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളിലും പ്രൈവറ്റ് സെക്ടറുമുണ്ട്, പബ്ലിക് സെക്ടറുമുണ്ട്. ബട്ട് ഇവിടെ ഒരു അനാലിസിസ്, ഒരു ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിഡോമിനൻ്റ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഓർ പ്രൈവറ്റ് സെക്ടർ. സപ്പോസ് ഒരു എക്കോണമിയെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വിളിക്കുക. ഇപ്പോൾ USA, it is the best example for capitalist economy where you can see the predominant role of private sector and less role to public sector. ഓക്കെ, അപ്പോൾ സ്വകാര്യ മേഖലക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന എക്കോണമി ആണെങ്കിൽ അവിടെ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എന്നാണ്, ഗവൺമെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എക്സാമ്പിൾ ചൈന, ക്യൂബ, നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം? സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് വിളിക്കാം. പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഏറെക്കുറെ ഒരേ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ആ എക്കോണമിയെ നമുക്ക് എന്ത് വിളിക്കാം? മിക്സഡ് എക്കോണമി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. റൈറ്റ്. Economic systems are grouped into 4. They are traditional, command, market and mixed systems. Traditional systems focus on the basics of goods, services and work, and they are influenced by traditions and beliefs. A centralized authority influences command systems, while a market system is under the control of forces of demand and supply or market mechanism. Lastly, mixed economies are a combination of command or socialist economy and capitalist or market economy. ഓക്കെ, അപ്പോൾ സമ്മറി കേട്ടല്ലോ. ഇനി ഇത് തറോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. A to Z നമ്മൾ അനലൈസ് ചെയ്തു. ഇനി എസ് ചോദിച്ചാലും 5 മാർക്ക് ചോദിച്ചാലും 2 മാർക്ക് ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.